സ്മൃതി പരുത്തിക്കാട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തുവിടുന്നതിൽ വൈകുന്നത് എന്തുകൊണ്ടാണ്? വിവരങ്ങൾ പോളിംഗ് ഏജന്റുമാർക്കാണ് നൽകുക, ജനത്തിൽ നൽകാനാകില്ല എന്നാണ് ചട്ടമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഓരോ ബൂത്തിലെയും വിവരങ്ങൾ 48 മണിക്കൂറിൽ പുറത്തുവിടണമെന്ന ഹർജിയിൽ പക്ഷേ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇടപെടില്ല എന്നാണ് കോടതിയുടെ നിലപാട്. കമ്മീഷനെ അവിശ്വസിക്കണോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസ്, BJPയിൽ നിന്ന് യുവരാജ് ഗോകുൽ, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഷൈബു മഠത്തിൽ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവരാണ്. ആദ്യം ഞാൻ MR അഭിലാഷിലേക്ക് പോകുന്നു. ശ്രീ MR അഭിലാഷ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ പല തവണയായി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നു. പക്ഷേ അതിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോടതി എടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലാണ്, അതുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ മാറി നിൽക്കൽ? മാറി നിൽക്കലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സ്മൃതി. ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു അവധിക്കാല ബെഞ്ചാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇന്ററിം ആപ്ലിക്കേഷൻ കേട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ഒരു ജനറൽ ഇലക്ഷൻ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന മാൻ പവർ അത് ഭയങ്കരമാണ് എന്നതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഈ ഒരു അവസരത്തിൽ കോടതിയുടെ ഇടപെടലിനാൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ കോടതി ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഈ ഇടക്കാല അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രയർ അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് ഈ ഹർജിയുടെ പ്രധാന ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനെ ഒരു ഇന്ററിം ആപ്ലിക്കേഷനിൽ അങ്ങനെ ഒരു പ്രയർ വരുമ്പോൾ അത് അലൗ ചെയ്തു കഴിഞ്ഞാൽ ഹർജി തന്നെ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ആ എല്ലാ ഭാഗവും കേട്ടതിന് ശേഷം ഏത് ബെഞ്ചാണോ ഇത് കേൾക്കേണ്ടതായിട്ടുള്ളത് അവിടെ ആത്യന്തികമായിട്ട് അത് കേട്ട് തീരുമാനിക്കപ്പെടുക തന്നെ ചെയ്യണം എന്ന ഒരു നിയമപരമായ ഒരു യാഥാർത്ഥ്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് വിമർശിക്കപ്പെടുന്നുണ്ട്. കാരണം ഇലക്ഷൻ ചട്ടങ്ങൾ പ്രകാരം കാൻഡിഡേറ്റിന്റെ ഏജന്റിനോ മാത്രമാണ് ഈ ഒരു ഫോം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷേ പബ്ലിക്കായിട്ട് ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക വഴി ആ ചട്ടത്തിന് ലംഘനമാണ് വരുന്നത് എന്ന വളരെ യാഥാസ്ഥിതികമായ ഒരു നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തത്. ഒരു പക്ഷേ അങ്ങനെ ഒരു നിലപാട് എടുക്കുവാൻ കാരണമായിട്ട് വരുന്നത് ഈ ഇത്രയും മാൻ പവർ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് 2019 ഹർജിയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഹർജി കേട്ട് തീരുമാനം എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഇലക്ഷൻ പൂർത്തിയാക്കിയതിന് ശേഷം കേസിന്റെ മെറിറ്റിൽ കേട്ട് കോടതി ഒരു തീരുമാനമെടുക്കും. ആ മെറിറ്റിനെ സംബന്ധിച്ച് അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണവും കോടതി നടത്തിയിട്ടില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു അവധിക്കാല ബെഞ്ചിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഹർജിയുടെ ഫൈനൽ റിലീഫായി ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇടക്കാല അപേക്ഷയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹർജി തന്നെ ഈ അവധിക്കാല ബെഞ്ചിലൂടെ തീർപ്പാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള സാങ്കേതികത്വം. ശരി. ഷൈബു മഠത്തിൽ, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ നേരത്തെ തന്നെ പരാതിയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ പരാതിയുണ്ട്. ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ സ്മൃതി, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ 17 ഫോം 17C അതിൻ്റെ ആവശ്യം എന്താണ്, ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ്, ഓരോ പോളിംഗ് ദിനവും കഴിയുമ്പോൾ പോളിംഗ് ശതമാനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതേപ്പറ്റി മാധ്യമങ്ങളിൽ ചർച്ചയൊക്കെ വിശകലനങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആകെയുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനം അതിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ്. ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. വളരെ വിസ്തൃതമായ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോലും പോളിംഗ് ബൂത്തുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സേഫ് ഗാർഡ്സ്, ഈ സിസ്റ്റമിക് സേഫ് ഗാർഡ്സ് ഉണ്ടാവണം. എവിടെയും ഒരു പ്രശ്നം ഉണ്ടാവാത്ത തരത്തിൽ ഒന്നിലധികം സേഫ് ഗാർഡ്സ്, റിഡൻഡന്റ് ആയി സേഫ് ഗാർഡ്സ് ഉണ്ടാവണം. അതിൽ ഒരു സേഫ് ഗാർഡാണ് ഈ പറയുന്ന എത്ര വോട്ടിങ്ങിന്റെ ടോട്ടൽ കൗണ്ട്
ഒരു വോട്ടിംഗ് മെഷീനിൽ വീണ വോട്ടിങ്ങിന്റെ ടോട്ടൽ കൗണ്ട് അത് നമ്മൾ ഫൈനൽ നമ്പറുമായിട്ട് ഒത്തു നോക്കുമ്പോൾ ശരിയാവണം എന്നുള്ളത്. അതായത് നമ്മൾ അടച്ചുപൂട്ടി വെച്ച മെഷീനിലെ കൗണ്ട് എത്രയാണോ നമ്മളത് തുറന്ന് നാളെ ജൂൺ 4-ന് വോട്ട് എണ്ണുമ്പോൾ ഈ കൗണ്ടിൽ ഒരു എണ്ണത്തിന്റെ വ്യത്യാസം പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ അതൊരു സംശയകരമായ സാഹചര്യമാണ്. അത് പരിശോധിക്കപ്പെടണം. എന്തെങ്കിലും തരത്തിലുള്ള ടാമ്പറിങ്ങോ മാനിപ്പുലേഷനോ നടന്നോ എന്നുള്ളതിന് പരിശോധിപ്പിക്കണം. അതിനാണ് നമ്മൾ ഈ കഴിഞ്ഞ 70-75 വർഷക്കാലം കൊണ്ട് നമ്മുടെ നിയമങ്ങളിൽ പലതവണയായി കൂട്ടിച്ചേർക്കപ്പെട്ട സേഫ് മെഷേഴ്സ് ആണ് ഇത് മുഴുവൻ. അപ്പോൾ അങ്ങനെ ഒരു സേഫ് ഗാർഡിന്റെ പ്രാധാന്യം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. കാരണം ഈ നമ്പേഴ്സ് ഉറപ്പായും എപ്പോഴും ടാലി ആയിരിക്കണം. അവിടെ ഒരു പെശക് വരികയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വരുന്ന കണക്കിൽ നിന്ന് വ്യത്യസ്തമായി ഒരാഴ്ചയോ ഏതാനും ദിവസങ്ങളോ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ആകെ കണക്ക് പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 11 ദിവസം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ 4 ദിവസം കഴിഞ്ഞ് കണക്കുകൾ വന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഈ പറയുന്ന ഇപ്പൊ നാളെ 6-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ 5 ഘട്ടം തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് ശതമാനം പൊതുവെ കുറവായാണ് മിക്കവാറും ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളിൽ കാണപ്പെട്ടത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് ചിലയിടത്ത് 5%, 10%, 11% വരെയൊക്കെ വർധനവ് വരികയാണ്. അപ്പം എവിടെയാണ് ഈ വ്യത്യാസം വന്നത് എന്ന് ആദ്യം സംശയം തോന്നേണ്ടത് ആർക്കാ? പൊതുജനങ്ങൾക്കല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കല്ല. ആദ്യം സംശയം തോന്നുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഓൺ ചെയ്യുന്നത് അവരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് കൃത്യമായി നടക്കുന്നു എന്ന് വരുത്തേണ്ട ഉത്തരവാദിത്തമുള്ളത്. അപ്പൊ അവരാണ് ഇതിൽ ഞെട്ടലുണ്ടാവേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് പോലെ ഒരു ഡിഫൻസ് ആണ്. അതായത് ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ല, മറിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആകെ കൂട്ടിക്കിട്ടിയ കണക്കിൽ എവിടെയാണ് വ്യത്യാസം വന്നത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഫോം 17C പുറത്തു വിടണം. ഓരോ ബൂത്തിലെയും നമ്പർ ആണല്ലോ. എല്ലാ ബൂത്തുകളിലെയും നമ്പർ കൂട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയ നമ്പർ കിട്ടിയെങ്കിൽ നേരത്തെ പുറത്തു വന്ന കൊടുക്കുന്നുണ്ട്, ജനത്തിന് മുന്നിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചട്ടം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പറയുന്നുണ്ട്. അതില് ഒന്നാമത്തത് സ്മൃതി, ഇന്നത്തെ കേസ് എന്ന് പറയുന്നത് ഒരു അവധിക്കാല ബെഞ്ചിന് മുന്നിലാണ്, ഒരു 2-അംഗ അവധിക്കാല ബെഞ്ചിന് മുന്നിലാണ് വന്നത്. സാധാരണ 2 വിഷയങ്ങളാണ്. ഏറ്റവും പ്രധാനം, തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 70 വർഷമായുള്ള ശീലമാണ്, തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലുണ്ടാവുന്ന തർക്കങ്ങളിൽ പിന്നെ കോടതികൾ ഇടപെടാറില്ല. അത് ഒരു കൺവെൻഷനായി ഫോളോ ചെയ്തു പോകുന്ന കാര്യം. അത് ഒന്നാമത്തെ കാര്യം. 2, ഇതിന്റെ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പിന്നെ ഈ ബെഞ്ച് കടന്നിട്ടില്ല. മറിച്ച് നേരത്തെ ശ്രീ M.R. അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന്റെ ഫൈനൽ പ്രയർ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ 2 ഹർജിക്കാർ ഇന്ററിം ആപ്ലിക്കേഷനായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അത് സുപ്രീം കോടതി ഒരു വിധി പറയുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ പ്രയർ സാധിച്ചു, ആ ഹർജി തീർപ്പാക്കി എന്നുള്ളതാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ച 2 വാദങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിലൊന്ന് ഈ പറയുന്നത് ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട ഒരു കണക്കല്ല, പോളിംഗ് ഏജന്റുമാർക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ അവർ പറയുന്നത് ഇതിന്റെ മാൻ പവർ ആണ്. അതായത് ഇത്രയധികം 10 ലക്ഷത്തിലധികം ഫോം 17C അപ്ലോഡ് ചെയ്യാനുള്ള മാൻ പവർ നിലവിലില്ല എന്നുള്ളതാണ്. ഇതിലെ രണ്ടാമത്തത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ ഒന്നാമത്തെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിലെ ഡോക്യുമെന്റ്സ് പബ്ലിഷ് ചെയ്യുന്നത് സംബന്ധിച്ച്, അതിന്റെ കോപ്പി എടുക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ തന്നെ സെക്ഷൻ 93 സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് ആ ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അത് തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. ശരി, യുവരാജ് ഗോകുൽ, ചില സംശയങ്ങൾ, ഗൗരവത്തിലുള്ള സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. കണക്കുകളിൽ വരുന്ന വലിയ വ്യത്യാസം. കഴിഞ്ഞ ദിവസം സന്ത് കബീറിൽ അമിത്ഷാ പ്രസംഗിച്ചത്, അതായത് 5-ാം ഘട്ടം കഴിഞ്ഞ ശേഷം 5-ാം ഘട്ടം കഴിയുമ്പോൾ 430 സീറ്റിലെ പോളിംഗ് കഴിയുന്നു, 430-ൽ 310 കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടുള്ള പറച്ചിൽ, അതിന്റെ കണക്കുകൾ എങ്ങനെയാണ് എന്നുള്ള ചോദ്യം വരുന്നു. കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറയുന്നു വലിയ രീതിയിൽ കണക്കുകളിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ കണക്കിൽ നിന്നും രണ്ടാമതാകുമ്പോഴേക്കും 1,07,00,000 വോട്ടർമാരുടെ വ്യത്യാസം, അതായത് 1,07,00,000 വോട്ടർമാർ കൂടുതലായി വരുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു സംശയം ഉന്നയിക്കപ്പെടുമ്പോൾ ആ സംശയം ദൂരീകരിക്കേണ്ടതല്ലേ?
സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൂരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് സ്മൃതി. അതിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. അവർക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതിന് ഇപ്പോഴും അവരുടെ കയ്യിൽ സാധിക്കും. കാരണം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിൽ, അതായത് ബൂത്ത് ഏജന്റുമാരുടെ കയ്യിൽ കൃത്യമായിട്ട് ഫോം 17C ഉണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്, ഇപ്പോൾ 5ാം ഘട്ടം കഴിഞ്ഞില്ലേ, 1ാം ഘട്ടം മുതലുള്ള ഡേറ്റകൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് ഏതാണോ സ്ഥലം അവർക്ക് അവിടെ പോയിട്ട് കൃത്യമായിട്ട് അത് പ്രൂവ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഘട്ടം ഫേസ് 2 കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ഡിബേറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നത്. ഞാൻ അന്ന് ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ടുഡേയിൽ രാജീവ് സർദേശായിയും മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ എൻ ഗോപാലസ്വാമി ഇവർ തമ്മിലുള്ളൊരു ഡിബേറ്റ് ഇതേ വിഷയത്തിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്മൃതി ഇപ്പോൾ ഉന്നയിച്ച അതേ പ്രശ്നം തന്നെ ശ്രീ രാജീവ് സർദേശായി അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു. 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസ് 1 ഡേറ്റ വന്നത്, 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഫേസ് 2 ഡേറ്റ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം, UPA കാലഘട്ടത്തിലെ ഇലക്ഷൻ കമ്മീഷണറാണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെയല്ല, അത് തെറ്റാണ്. 48 മണിക്കൂറിൽ തന്നെ ഈ പറയുന്ന ഫോം 17C ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കംപ്ലീറ്റ്ലി ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ 10 ദിവസം കഴിഞ്ഞു വന്നു അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞു വന്നു എന്ന് പറയപ്പെടുന്ന ഡേറ്റ കമ്പൈൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റയാണ്. ബട്ട് ആക്ച്വലി റോ ഡേറ്റ, ആക്ച്വൽ ഡേറ്റ ഈ പറയുന്ന 48 മണിക്കൂറിൽ തന്നെ ഫേസ് 1 കഴിയുമ്പോഴും ഫേസ് 2 കഴിയുമ്പോഴും ചെറിയ വ്യത്യാസമല്ലേ, ചെറിയ ശതമാന കണക്കുകളിലെ വ്യത്യാസമല്ലേ വരിക. ഇപ്പോൾ നോക്കൂ, പറയുന്നത് ഈ 1,07,00,000 വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിൽ 24,000 വോട്ടെങ്കിലും മാറുന്നുണ്ട്. 24,000 വോട്ടുകളുടെ ആത്മവിശ്വാസം, ഓരോ മണ്ഡലത്തിലും 24,000 വോട്ടിന് ആത്മവിശ്വാസമാണോ അമിത്ഷാ പ്രകടിപ്പിക്കുന്നത്? സ്വാഭാവികമായ സംശയമാണ് ഗോകുൽ. സ്മൃതി, ഈ 1,07,00,000 സ്മൃതി, അതാണ് ഞാൻ പറഞ്ഞത്. ഡേറ്റ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെയാണ് അതിനകത്ത് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം, നിങ്ങൾക്ക് എവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒത്തു നോക്കാൻ കഴിയും. ഫേസ് 1 ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 മാസവും 5 ദിവസവും പിന്നിട്ടു നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന 1,07,00,000 വ്യത്യാസം എന്ന് പറയുന്നത് 5 ഘട്ടം കഴിയുമ്പോൾ ഉന്നയിക്കുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സ്മൃതി, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഫേസ് 1 മുതലുള്ള ഓരോ പോളിംഗ് ബൂത്തിൻ്റെയും കണക്കുകൾ കൃത്യമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ 17C എന്ന് പറയുന്നത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലും നിൽക്കുന്ന സാധനമല്ലേ, അല്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലോ മാത്രം ഇരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് പൊരുത്തക്കേടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ പറയാനുള്ള സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു. ഇത്രയധികം കേസുകൾ ഫൈറ്റ് ചെയ്യാൻ കോടതിയിൽ പോകുന്ന ആൾക്കാർക്ക് ഇതിനകത്തുള്ളൊരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും. കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അവരുടെ കയ്യിൽ അതിനുള്ള മിഷനറിയൊക്കെ തന്നെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് BJP വന്നതിന് ശേഷം മാത്രമല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യാസം ഇത്ര ദിവസം പിടിക്കുന്നത് ആദ്യമാണ്. അന്ന് ഈ പറയുന്നത് ഇത്ര ദിവസം വ്യത്യാസത്തിൽ കണക്കുകൾ അറിയുന്നത് ആദ്യമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, 48 മണിക്കൂറിനകം തന്നെ വെബ്സൈറ്റിനകത്ത് ഇൻഫർമേഷൻ ലഭ്യമാണ്. 48 മണിക്കൂറിനകത്ത് തന്നെ ഇൻഫർമേഷൻ ലഭ്യമാണ്. ഇപ്പോൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കിനോട് പറയുകയാണ്, ഫേസ് 5 ഇലക്ഷൻ കഴിഞ്ഞത് 20-ാം തീയതിയാണ്. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 23-ാം തീയതിയിലത്തെ ഡേറ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ് ഇട്ടുകൊണ്ട് എത്രയാണ് ഫേസ് 5 ഉണ്ടായിട്ടുള്ള പോളിംഗ് എന്നുള്ള കാര്യം അവർ അപ്ലോഡ് ചെയ്ത് 11 ദിവസം കഴിഞ്ഞ ഒരു ഫൈനൽ കണക്ക് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു വിട്ടോ? അത് താങ്കൾ പറയൂ. 11 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ള കാര്യമാണ് അതെങ്ങനെയാണ് 11 ദിവസം വന്നുള്ള കണക്കുകളൊക്കെ ഇവിടെ പുറത്തു വന്നല്ലേ? താങ്കൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ കണക്കുകൾ ജീവിച്ചിട്ടും വേറെ വല്ല നാട്ടിലെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് പ്രശ്നം. ഏത് നാട്ടിലെ അജണ്ടയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ച രീതിയിലല്ലാതെ ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യങ്ങളാണ്. EVM-ന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി ജഡ്ജി തന്നെ നിങ്ങളോട് പറഞ്ഞു വിട്ടത്, അനാവശ്യമായിട്ട് ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ സംശയിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായതും ഇത് മറ്റാരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യഘട്ടത്തിലാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലാണല്ലോ അങ്ങനെ പറഞ്ഞത്. യുവരാജ് ഗോകുൽ, കാര്യങ്ങൾ പലതും മാറി പറഞ്ഞിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി മാറി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം തന്നെ ഒരു മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല
സ്വയം തന്നെ ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ ഓർഗനൈസേഷനാണ്. ആ രീതിയിൽ അതിൽ ഇടപെടരുത് എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ മര്യാദ കാണിക്കുന്നത്. ഞങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നിരന്തരമായിട്ട് ഈ കോടതികളിൽ പോവുകയും അനാവശ്യമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്ന് പറയാമോ? യുവരാജ് ഗോകുൽ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ തോൽക്കും ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സാധനം എടുത്തു വെച്ചിട്ട് നാണം മറക്കണ്ടേ? അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണിത്. ജനാധിപത്യ സംവിധാനങ്ങളിൽ സംശയം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല. പോയി പ്രൂവ് ചെയ്യുന്നേ. താങ്കളൊന്ന് ക്ഷമിക്കൂ. കോൺഗ്രസ് പ്രതിനിധി കൂടി പറയട്ടെ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തുനോക്കി പരിശോധിക്കാം, അതിനുള്ള അവസരമുണ്ട് എന്നുള്ള ആ അവസരം BJP തരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ യുവരാജ് ഗോകുൽ പ്രതികരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇതിന്റെ കാര്യത്തിൽ ഞാൻ BJP തരുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ആവശ്യമില്ലാത്ത വാക്കുകൾ എന്റെ വായിൽ കുത്തിത്തെറിയരുതേ. താങ്കൾ താങ്കൾ പറയുന്നതൊക്കെ ഇപ്പൊ എല്ലാവരും കേട്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് BJPക്കും പരാതികളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു പരാതി പറയാൻ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞില്ല, താങ്കൾ ബഹളം വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേൾക്കാൻ താങ്കൾ കുറച്ചു നേരം തയ്യാറാകണം. കോൺഗ്രസ് പ്രതിനിധി പറയട്ടെ. താങ്കളോടല്ല ചോദ്യം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഈ പൊരുത്തക്കേട് വളരെ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ആ ചോദ്യത്തിന് മറുപടി എങ്ങനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതി മാന്യമായി മാറി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലാണ്, അതിൽ ഇപ്പോൾ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മാറി നിൽക്കുകയാണ്. ഇനി എവിടെയാണ് നിങ്ങൾ ഇത് പരിശോധിക്കാൻ ആവശ്യപ്പെടുക? ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ പലരും സംസാരിച്ചു ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളും. കോടതി അങ്ങനെ പറയുന്നത് പറഞ്ഞു. കോടതിയെ നമുക്കിപ്പോൾ ഈ ചർച്ചയിലിരുന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ പറ്റത്തില്ലോ, അത് ലീഗലായി സ്റ്റാൻഡ് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. പക്ഷേ കോടതിക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക എന്നൊരു ചോദ്യമില്ലേ? 2019 നൽകിയ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം വന്നിട്ടുള്ള നിരവധി ഇടക്കാല പെറ്റീഷനുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നൊരു കേസിൽ കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ മാസം 17-ാം തീയതി എന്ന് പറയുന്നത് ഇന്നല്ല. കഴിഞ്ഞ മാസം 17-ാം തീയതി അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ഇൻ്ററിം പെറ്റീഷൻ വരുന്നത്, കോടതിയുടെ മുൻപാകെ പരിഗണനയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരു ദിവസം 1-ാം ഘട്ടവും 2-ാം ഘട്ടവും കഴിഞ്ഞിട്ടല്ല ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് മനസ്സിലാക്കൂ. 2019-ലാണ് ഈ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മാത്രമല്ലല്ലോ, അതിനു മുമ്പ് കേസുണ്ടല്ലോ. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇലക്ട്രോണിക് മിഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ജനറൽ സെക്രട്ടറി രജപുത്ത് നൽകിയ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു കേസുണ്ട് ഇലക്ഷൻ റിഫോർമേഷനുമായി ബന്ധപ്പെട്ട്. ഈ കേസുകളൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുക. കോടതി എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല? സമയബന്ധിതമായി കാലവിളംബം ഉണ്ടാകുമ്പോൾ ഇവിടെ എൻ്റെ സ്നേഹിതൻ പ്രതിപാദിച്ചത് ദൗർഭാഗ്യകരം എന്നാണ് അഭിലാഷ് ഇവിടെ പ്രതിപാദിച്ചത്. ഞാൻ ദൗർഭാഗ്യകരം എന്ന് പറയുന്നില്ല. ഇത് നിരുത്തരവാദപരമായ സമയബന്ധിതമായി തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കാതിരിക്കുന്ന കോടതിയുടെ വീഴ്ചയുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് ഇപ്പം വക്കീലായതുകൊണ്ട് പറയാൻ പാടില്ല എന്നുണ്ടോ? പറയേണ്ടത് തുറന്ന് തന്നെ പറയണ്ടേ? കോടതിയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണ്ടേ? ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ അവർക്ക് അനിഷ്ടമുണ്ടായപ്പോൾ അവർ വന്നില്ലേ പത്രസമ്മേളനം നടത്താൻ? കോടതി മുമ്പാകെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നില്ലേ? അപ്പോൾ പറയേണ്ടത് അവരവരെ ബാധിക്കുന്ന വിഷയങ്ങളാകുമ്പോൾ അവരവർ പറയും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഇലക്ഷൻ കമ്മീഷനെതിരായി പൊതുവായി ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ലേ? ഇവിടെ വന്നിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ അവരുടെ പ്രസംഗം അവരെ പ്രചരണത്തിൽ നിന്ന് വിലക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിശദീകരണം ചോദിക്കേണ്ടതിന് പകരം ഒരു പാർട്ടിയോട് വിശദീകരണം ചോദിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ലേ? ഇലക്ഷൻ കമ്മീഷനെ ഉണ്ടാവില്ലേ? പിന്നെ 93 റൂളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾ 1961 ഭാഗമായി കൊടുക്കുന്ന പ്രിവിലേജ് തന്നെയാണ് റൂൾ നമ്പർ 93 എന്ന് പറയുന്നത്. പബ്ലിക്കിന് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേസിൽ തീർപ്പ് കൽപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ട് കോടതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. എങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? 2019 മുതൽ നടക്കുന്നൊരു വ്യവഹാരത്തിൽ ഇത്രയും സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പരാതിക്കാരെ വെല്ലുവിളിക്കുന്ന സമീപനമാണോ സ്വീകരിക്കുന്നത്? 70 പേജുള്ള അഫിഡവിറ്റാണ് ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്.
ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവർ 2 മണിക്കൂർ ഇടവിട്ട് കൃത്യമായി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്? ശരിക്കും അതാണോ? സ്മൃതി തന്നെ ചോദിച്ചല്ലോ 11 ദിവസത്തെ കാലവിളംബത്തെക്കുറിച്ച്. അപ്പോൾ പറയുകയാണ് 23-ാം തീയതി പോയി സൈറ്റ് നോക്കിക്കോളാൻ പറഞ്ഞാൽ വളരെ കൃത്യമായി വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ലേറ്റായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കണക്കിലെ വ്യത്യാസം നിങ്ങൾ ജനങ്ങളോട് പറയാനാണ് പറയുന്നത്. ജനങ്ങൾക്ക് എന്താ അധികാരം? ജനങ്ങൾക്കാകെ അവന് കിട്ടുന്ന അധികാരം എന്ന് പറയുന്നത് ജനാധിപത്യ ക്രമത്തിൽ കിട്ടുന്ന അവൻ്റെ വോട്ടാണ്. അവൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജനത്തിനെ ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. ആർക്കെങ്കിലും വേണോ ജനത്തിനെ? അപ്പം വോട്ട് ചെയ്ത് കഴിഞ്ഞ് ജനത്തിനോട് പറഞ്ഞോളാൻ പറഞ്ഞാൽ കവലയിൽ പോയി ഒന്ന് പ്രസംഗിക്കണമെന്നാണ് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ലീഗലായിട്ടുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ ചട്ടത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ മേലുള്ള ഡിബേറ്റാണ്. അതിന് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ വഴിയിൽ പോയി ജനങ്ങളോട് പ്രസംഗിച്ചോ നിങ്ങളുടെ കയ്യിൽ പോളിംഗ് ഏജൻറ്റിൻ്റെ കണക്കില്ലേ എന്ന് ചോദിക്കുന്ന എന്ത് സാങ്കത്യമാണുള്ളത്? ഇതൊക്കെ കേവല രാഷ്ട്രീയം. പിന്നെ ഇത് മറ്റാരുടെ താല്പര്യം? ആരുടെ താല്പര്യം? മറ്റേതോ ആളുകൾക്ക് വേണ്ടി, മറ്റേതോ രാജ്യത്തിനു വേണ്ടി. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? അണ്ണാ മൂത്താലും മരങ്കേറ്റം മറക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് ആ പാർട്ടിയെയും ആ സംഘടനകളെയും പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്ത് പറഞ്ഞാലും മറ്റാർക്കും വേണ്ടി. ആരാണെന്നേ മറ്റാര്? ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേറെ ആരെങ്കിലും മത്സരിക്കും? ഇന്ത്യക്കാരല്ലാത്ത ആരെങ്കിലും 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇന്ത്യൻ പൗരത്വമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ ബി ജെ പിക്ക്? അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ NDA സഖ്യത്തിന്? 543 പേരിൽ മത്സരിക്കുന്നവരിൽ വിദേശ രാജ്യത്തുള്ള ആരെങ്കിലും മത്സരിക്കുന്നുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ അവരത് വ്യക്തമാക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇതല്ലല്ലോ പ്രശ്നം. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഏജൻസി സമയബന്ധിതമായി കിട്ടുന്ന പരാതികൾ അത് പരിശോധിക്കണം. വാൺ ചെയ്യേണ്ടവരെ വാൺ ചെയ്യണം, വിലക്കേണ്ടവരെ വിലക്കണം. അത് കോൺഗ്രസിന് മാത്രമാകുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ എത്രയോ തവണയായി ഗുജറാത്തിൽ നിന്ന് അഹമ്മദ് പട്ടേൽ രാജ്യസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തള്ളുന്നതിനെതിരെ അഭിഷേക് സിംഗ് ഉൾപ്പെടെ, കപിൽ സിബൽ ഉൾപ്പെടെ, പി ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പാതിരാവിൽ പോകേണ്ടി വന്നില്ലേ ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ? എന്തുകൊണ്ടാ? സുതാര്യമായിട്ടാണ് പ്രവർത്തനമെങ്കിൽ പാതിരാവിൽ ഇന്ത്യ അറിയപ്പെടുന്ന അഭിഭാഷകർ കൂടിയായിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരും, പ്രത്യേകിച്ച് ഹോം മിനിസ്റ്റർ, ലോ മിനിസ്റ്റർ അടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പോയി പാതിരാവിൽ മുട്ടിവിളിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഈ ഭരണകാലത്തല്ലേ? അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ഇലക്ഷൻ കമ്മീഷനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? എന്താന്നേ തെറ്റ്? ഇവിടുത്തെ സിസ്റ്റത്തെ സംബന്ധിച്ച് നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാതിരാത്രിയിൽ സുപ്രീം കോടതി പുറത്ത് കേസ് നടത്തേണ്ടി വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സംശയമുണ്ടാകും, അവർ പ്രതിഷേധിക്കും. ആ പ്രതിഷേധത്തെ പോസിറ്റീവായി കണ്ട് അതിൽ കാര്യകാരണങ്ങളുണ്ടെങ്കിൽ പരിശോധിച്ച് നിഷ്പക്ഷമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം നിങ്ങൾ അങ്ങ് പോയി വഴിയിൽ നിന്ന് പ്രസംഗിച്ചോളാൻ പറയുന്നതാണ് രാഷ്ട്രീയ മര്യാദയെങ്കിൽ, ഭരണപരമായ മര്യാദയെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ജൂൺ 4-ന് കാണാം. ശരി, ജൂൺ 4-ന് കാണാന്നേ. ഈ 10 വർഷത്തെ അഹങ്കാരത്തിന്റെ, നെഗളിപ്പിന്റെ, ധാർഷ്ട്യത്തിന്റെ വിലയിരുത്തൽ എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ജൂൺ 4-ന് ഒരു സംശയവും വേണ്ട. MR അഭിലാഷ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് എത്രത്തോളം ശക്തമായ സംവിധാനമാണ്, സർക്കാരുമായി ബന്ധമില്ലാത്ത സംവിധാനമാണ് എന്നുള്ളത് നമുക്കറിയാം. പെരിശാസ്ത്രിയുടെ കാലത്തും TN ശേഷന്റെ കാലത്തുമൊക്കെ ആ ശക്തി നമ്മൾ കണ്ടതുമാണ്. പക്ഷേ നിലവിൽ കമ്മീഷൻ അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ പരാമർശങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അതിന്മേൽ പരാതി വരുന്നു, പക്ഷേ അതിന്മേൽ പ്രതികരിക്കാതിരിക്കുന്നു. പ്രതിപക്ഷം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടും അതിന്മേൽ മൗനം അവലംബിക്കുന്നു. പിന്നീട് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ പ്രതികരണത്തിന്റെ പേരിൽ വരുന്ന പരാതികൾ, അത് രണ്ടും ഒരേപോലെ തുലനം ചെയ്തുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഉപദേശം നൽകുന്നു. ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുക? സ്മൃതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വാച്ച് ഡോഗാണ്. അത് നിയന്ത്രിക്കുകയും അത് സംബന്ധമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പരിധിവരെ നടത്തിപ്പ് സംബന്ധിച്ച് സീമകളില്ലാത്ത അധികാരമുള്ള ഒരു ബോഡിയാണ്. അങ്ങനെയാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള കംപ്ലൈന്റ്സ് വരുമ്പോൾ ഓരോ കംപ്ലൈന്റിനെയും അതിന്റെ മെറിറ്റിൽ കേട്ടുകൊണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന പ്രചാരകർ, അത് താരപ്രചാരകർ ആയിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, എല്ലാവരെയും ഒരുപോലെ ഓരോരുത്തർക്കെതിരെയും ഉയരുന്ന കംപ്ലൈന്റിനെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് യുക്തിസഹമായിട്ടുള്ള ഒരു ഫൈൻഡിങ് എൻ്റർ ചെയ്തതിനു ശേഷം നടപടിയെടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാവരും നിയമത്തിന് മുൻപിൽ തുല്യരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നടപടി. ദൗർഭാഗ്യവശാൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. താരപ്രചാരകർക്കായിട്ട് പൊതുനിർദ്ദേശങ്ങൾ നൽകുക വഴി സാധാരണ മറ്റാരെങ്കിലും ആണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിരുന്നതെങ്കിൽ നേരിടേണ്ടി വരുമായിരുന്ന ബാൻ, പ്രചരണത്തിൽ നിന്നുള്ള വിലക്ക്,
അതിങ്ങനെയുള്ളവരെ ബാധിക്കാതെ പോകുന്നത് ഈ താരപ്രചാരകർക്കായിട്ടുള്ള പ്രത്യേകിച്ചുള്ള അവർ കൊടുക്കുന്ന പരിഗണനയാണ് എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പാവനത ഉറപ്പുവരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പിന്നെ ഇപ്പോ ഈ സുപ്രീം കോടതി ഇന്ന് തീരുമാനിച്ച ഈ ഒരു അവധിക്കാല ബെഞ്ച് തീരുമാനിച്ച കേസിൽ ഇലക്ഷൻ കമ്മീഷന് പൊതുവായിട്ടുള്ള നിലപാടുകൾ അതിന്റെ റിട്ട് ഹർജിയുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതിനകത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അവകാശമുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച് എത്രയും സുതാര്യത ഉറപ്പുവരുത്തുവാമോ അത്രയും സുതാര്യത ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ആവശ്യമാണ്. ആ ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസ്യത ഉള്ളിടത്തോളം ആണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും വിശ്വാസ്യത ഉള്ളത്. ഇന്ന് സുപ്രീം കോടതി ഒരുപക്ഷെ ഇടപെടാതിരുന്നതിന്റെ ഒരു കാരണം ഈ പറഞ്ഞതിന് ഉപരിയായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് റീഫോംസുമായിട്ട് ബന്ധപ്പെട്ട് പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് 2019 ഫയൽ ചെയ്യപ്പെട്ട ഹർജി ഒന്നിലധികം ഹർജികൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് സംബന്ധിച്ചിട്ടൊരു തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷന്റെ ഇടയിൽ അങ്ങനെ ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോ നമുക്ക് തന്നെ അറിയാം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ 80ാമത്തെ വകുപ്പ് പ്രകാരം നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്കോ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലെ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. എത്രത്തോളം പൊതുബോധമുള്ള ആൾക്കാരാണ് നമ്മളെങ്കിലും നമുക്കത് സംബന്ധിച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഇങ്ങനെ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ കോടതിക്ക് ഈ ഒരു അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നതിന് നിയമപരമായിട്ടുള്ള ഒരു പരിമിതി ഉണ്ട് എന്ന് ഒരു പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഉൾക്കൊണ്ടിട്ടുണ്ടാകാം. അത് നമുക്ക് ഉത്തരവ് ഞാൻ കണ്ടില്ല. ഉത്തരവ് അപ്ലോഡ് പതിവുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ചെയ്യുമ്പോൾ അതിശക്തമായ സമീപനം സുപ്രീം കോടതിയിൽ നിന്ന് ഇതിനു മുമ്പ് ഉണ്ടാവുകയും ചെയ്തല്ലോ. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തന്നെയാണല്ലോ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ അതിശക്തമായ തീരുമാനമുണ്ടായത്. കേജ്രിവാളിനെ പുറത്തിറക്കുന്ന കാര്യത്തിലും കോടതി സ്വയം തീരുമാനമെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല സ്മൃതി, ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. നിയമപരമായ ഒരു വിഷയം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. കേജ്രിവാളിനെ പുറത്തിറക്കിയ ബെഞ്ചിലെ ജഡ്ജാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത. അദ്ദേഹമാണ് ഇന്ന് ഉത്തരവ് പാസ്സാക്കിയത്. ഞാൻ പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് നിയമപരമായ ഒരു വിഷയം ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൊതുതാൽപര്യ ഹർജിയുടെ ഭാഗമായി ഇപ്പോൾ കോടതിക്ക് ഇടപെടൽ നടത്തുവാനുള്ള ഒരു പരിമിതി അവിടെ ഉണ്ട്. അത് ലീഗലായിട്ടുള്ള ഒരു പരിമിതി തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് എത്രത്തോളം സുതാര്യതയെ ആശ്ലേഷിക്കാമോ അത്രത്തോളം അവർ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുവാൻ കോടതിക്ക് കോടതിയുടേതായിട്ടുള്ള പരിമിതി ഉണ്ട്. ഇപ്പൊ സ്മൃതി, ഒരു ഇലക്ഷൻ ഒരു കേരളത്തിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇലക്ഷൻ നാം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നടക്കുന്നത്. സുതാര്യതയില്ല. സ്മൃതിക്ക് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഇലക്ഷൻ പെറ്റീഷൻ സ്മൃതിക്ക് ഫയൽ ചെയ്യാൻ കഴിയില്ല, എനിക്കും കഴിയില്ല. അതിന് 80ാം വകുപ്പ് അനുസരിച്ച് ചില മാനദണ്ഡങ്ങളുണ്ട്. 80, 81, 82 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. അപ്പൊ പൊതുവായിട്ടുള്ള ഇലക്ടറൽ റീഫോംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹർജിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നതിനകത്ത് കോടതിക്ക് ഒരു പരിമിതി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതിനകത്ത് തെറ്റില്ല. അതാണ് നിയമം, അതാണ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എത്രയും സുതാര്യമാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു അത്രയും നല്ലതാണ്. ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് അത് ഇലക്ട്രൽ ബോണ്ടിൽ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശമാണ് അവിടെ ഉയർത്തിപ്പിടിച്ചത്. അപ്പം പ്രതിലോഭകരമായിട്ടുള്ള നിലപാടുകൾ മാറ്റി ഏറ്റവും ട്രാൻസ്പെറൻസിയെ ആശ്ലേഷിക്കുന്ന, ഏറ്റവും സുതാര്യതയെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന നിലപാടുകൾ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നതാണ് കൂടുതൽ ഹിതകരം എന്നുള്ളതാണ് എന്റെയും കാഴ്ചപ്പാട്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഞാൻ ഇടപെട്ടതല്ല, ഞാൻ സംശയമായിട്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ ഒരു ഘട്ടത്തിൽ 5ാം ഘട്ടം കഴിയുമ്പോഴാണ് ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്, വലിയ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ആ സംശയം എവിടെ വെച്ച് ദൂരീകരിക്കപ്പെടും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ആ സംശയം ആര് ദൂരീകരിക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ജനങ്ങളെ അറിയിക്കേണ്ട എന്ന നിലപാടെടുക്കുന്നു, കോടതി അത് ഇടപെടില്ല എന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ എവിടെയാണ് ജനം അറിയുക? 5 ഘട്ടങ്ങളിലായിട്ട് ഇതുവരെ നടക്കാത്ത ഒരു കാര്യം ഇപ്പോൾ ചട്ടത്തിൽ നിന്നും പൊതുചട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കോടതിക്ക് ഒരു ഇടപെടിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയ്ക്ക് അങ്ങനെ ഒരു ഇടപെടിയിൽ നടത്തുവാൻ ഒരു വൈമുഖ്യം ഉണ്ടാകും. കാരണം 5 ഘട്ടങ്ങളിലായിട്ട് നടത്തേണ്ടതായിട്ട് ചട്ടപ്രകാരം നടത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടണം. കോടതിക്ക് ഇടപെടാൻ കഴിയും.
ഇപ്പോഴും നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല എന്നല്ല പറയുന്നത്. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പരിധികളില്ലാത്തതാണ്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ തന്നെയും കോടതി എപ്പോഴും ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനോടായിരിക്കും കോടതിക്ക് കൂടുതൽ പ്രതിപത്തി ഉണ്ടാവുക. ശരി, ഷൈബു മഠത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങളിൽ പ്രതികരിക്കുന്നില്ല എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നില്ല. വർഗീയ പരാമർശങ്ങളുടെ കാര്യത്തിൽ കോടതി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീരെ ഇടപെടാണ്ട് നിൽക്കുന്നു കോടതി. സുപ്രീം കോടതി എന്നല്ല, ഹൈക്കോടതിയിൽ നിന്നടക്കമാണ്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും ഡൽഹി ഹൈക്കോടതിയിൽ നിന്നാണ് പരാമർശങ്ങൾ ഉണ്ടായത്. അപ്പോൾ കോടതി ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കോടതി കാണുന്നുണ്ട്. നോക്കൂ സ്മൃതി, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ നമ്മുടെ BJPയുടെ പ്രതിനിധി വളരെ ശക്തമായി ഈ കാര്യങ്ങളെ പ്രതിരോധിക്കുന്നത് കണ്ടു. നോക്കൂ, BJPയുടെ സ്റ്റേക്ക് ഇവിടെ എന്താണ്? മറ്റേത് പാർട്ടിയെയും പോലെ, കോൺഗ്രസിനെ പോലെ, ആം ആദ്മി പാർട്ടിയെ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തുല്യതയോടെ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഞാൻ സങ്കല്പം പറയാണ്, നമ്മുടെ രാജ്യത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി അല്പം വ്യത്യസ്തമാണ്. പക്ഷെ ഇതാണ് സങ്കല്പം, നമ്മുടെ നിയമത്തിന് മുന്നിലുള്ള സങ്കല്പം. അപ്പം BJP കൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു ഈക്വൽ സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കണക്കുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം വന്ന കണക്കിൽ നിന്ന് വ്യത്യസ്തമായി 10% വരെയൊക്കെ വ്യത്യാസമുള്ള കണക്ക്, കൂടുതലായ കണക്ക് വരികയാണ്. അപ്പോൾ സത്യത്തിൽ BJPക്കും കൂടി അവിടെ ഞെട്ടലുണ്ടാവേണ്ടതാണ്. BJP കൂടി ഇക്കാര്യത്തിൽ പരാതിക്കാരാവേണ്ടതാണ്. പക്ഷേ മറിച്ച് സംഭവിച്ചത് BJP ഈ കാര്യത്തിൽ പ്രതിരോധിക്കുകയാണ്. നമുക്കറിയാം, BJPയുടെ പ്രതിനിധി ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി സ്വതന്ത്രമായ ഒരു ബോഡിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റേ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് BJPയുടെ പ്രതിനിധി ഈ കണക്കിൽ വന്ന ഡിസ്ക്രിപ്പൻസിയിൽ ഒരു സംശയവും പ്രകടിപ്പിക്കാത്തത്? വളരെ അതിശക്തമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന എന്താണ് വലിയ അത്ഭുതമുള്ള കാര്യമാണ്. അതിന് കാരണം ഈ പറയുന്ന അപ്പാരന്റ്ലി നമുക്ക് ഇതിന്റെ യഥാർത്ഥ കണക്ക് അറിയില്ല, എത്ര ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്ന് അറിയില്ല. കാണുന്ന കണക്കാണ്, വന്ന 2 കണക്കുകളിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതിലെന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ സാധ്യതയുള്ളത് BJPക്ക് ആയതുകൊണ്ടാണോ എന്ന് പൊതുജനങ്ങൾക്കൊരു സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഒരു പോയിന്റ്. രണ്ടാമത്തത്, BJPയുടെ നേതാവ് നേരത്തെ പറഞ്ഞു, പിന്നെ ഈ കാര്യത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്, ഇത് മറ്റാർക്കോ ആണ് ഇതുകൊണ്ട് ഗുണം. ആരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും ഇത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നിരന്തരമായി ജനാധിപത്യം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് BJPക്ക് ഇതുവരെ മനസ്സിലായില്ല എന്നുണ്ടോ? ജനാധിപത്യം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ചെറിയ സംശയങ്ങൾ ഉണ്ടാവുമ്പോഴും അത് ഉയർത്തേണ്ടി വരും. അതൊന്നും രാജ്യദ്രോഹമാവില്ല, അതൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ അപമാനിക്കലാവില്ല, അതൊന്നും നമ്മൾ കോടതി ഇലക്ഷൻ പോലെ നമ്മുടെ നാട്ടിൽ പിന്നെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് അലക്ഷ്യമാണ്. കണ്ടംപ്റ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഒരു സംഗതി ഇല്ല. ചിലപ്പോൾ നാളെ ഇനി അതും കൊണ്ടുവന്നേക്കാം. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ സുതാര്യതയും തുല്യതയും നിലനിർത്തണമെങ്കിൽ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് BJPയെ പോലൊരു പാർട്ടിയുടെ പ്രതിനിധിക്ക്, BJPക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ കഴിഞ്ഞ 70 വർഷം ആ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇതുവരെ നമുക്കൊരു തെരഞ്ഞെടുപ്പ്, സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധിച്ചത്. അതുകൊണ്ട് BJP എന്തുകൊണ്ടാണ് ഇതിനെ അസഹിഷ്ണുതയോടെ കാണുന്നത് എന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കേണ്ടതാണ്. കാരണം ചോദ്യങ്ങൾ ചോദിക്കാത്തിടത്ത് ജനാധിപത്യമില്ല. താങ്കൾക്കറിയാമല്ലോ, ഇപ്പൊ റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പുടിൻ ഇത്തവണയും ഏതാണ്ട് 80% വോട്ടുമായി വിജയിച്ചു. 88% തോന്നുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് 100% വോട്ട് കിട്ടിയില്ല? അത് ക്രെഡിബിലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു എക്സസൈസ് ആണെന്ന് അറിയില്ല. മുമ്പ് സദ്ദാം ഹുസൈൻ നിരന്തരമായി 5 വർഷം കൂടുമ്പോൾ ഹിതപരിശോധന നടത്തി വിജയിച്ചിരുന്നു. അതുപോലെ ഉത്തര കൊറിയയിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്നാണ് വെയ്പ്പ്. അങ്ങനെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നാടാൻ നടക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. ഇന്ത്യയെ അതുപോലെ അല്ല കാണുന്നത് ലോകരാജ്യങ്ങൾ. ഇന്ത്യ ഏഷ്യയിലെ അത്ഭുതമായ, ഏഷ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യം സജീവമായി നിലനിൽക്കുന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള ജനാധിപത്യമുള്ള ഒരേ ഒരു രാജ്യമാണെന്ന് നമുക്ക് പറയാം, യൂറോപ്പിനും അമേരിക്കയ്ക്കും പുറത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഇതിനൊക്കെ തിരുത്തുകൾ ഉണ്ടാവേണ്ടി വരും. അതിൽ BJP അസഹിഷ്ണുതാവുന്നത് എന്താണെന്ന് അവർ വിശദീകരിക്കേണ്ടതാണ്. പിന്നെ താങ്കൾ ചോദിച്ച ആ ഭാഗം, അത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിൽ വലിയ തോതിൽ അതൃപ്തിയും സംശയവും ഉണ്ടാകുന്നുണ്ട്. അത് ദൂരീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. കാരണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്ന കാര്യത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾക്കെതിരെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പ്രോപ്പറായ നടപടിയെടുത്തില്ല. മുൻപ് അത്തരം നടപടിയെടുത്ത ചരിത്രം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്ത ചരിത്രമുണ്ട്. ഇവിടെ അത് ഉണ്ടാവുന്നില്ല.
അതിന്റെ കാരണം എന്താണ്? BJP നേതാവിന് അതിന്റെ കാരണം അറിയാമോ? അപ്പോൾ ഇത് ജനങ്ങൾക്ക് മുന്നിൽ ആ സ്ഥാപനത്തിന്റെ, ഇലക്ഷൻ കമ്മീഷൻ എന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കുറയ്ക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ആരുമില്ല, ഇത് ചോദ്യം ചെയ്യുന്നവരോ ചൂണ്ടിക്കാണിക്കുന്നവരോ അല്ല അതിന് കാരണക്കാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അവരുടെ രീതി ഒന്ന് റെട്രോസ്പെക്ട് ചെയ്യണം, പുനർവിചിന്തനം ചെയ്യുകയും അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ, വിശ്വാസ്യത പുനഃസ്ഥാപിക്കാൻ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുകയും വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മടങ്ങിയെത്താം. യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഷൈബു മഠത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ താങ്കൾ കേട്ടിരിക്കുമെന്ന് കരുതുകയാണ്. ഈ എണ്ണത്തിൽ, പോളിംഗ് ശതമാനത്തിന് ശേഷം വന്ന കണക്കുകളിലെ വ്യത്യാസം, വലിയ തോതിൽ വോട്ടർമാരുടെ എണ്ണം ഉയർന്നു ഓരോ മണ്ഡലത്തിലും എന്നുള്ള കോൺഗ്രസിന്റെ പരാതി, ആ ഒരു പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കും ഒരു പരാതി വേണ്ടതല്ലേ? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതി ഇല്ലാത്തത്? സ്മൃതി, ഞാൻ ഇതിനകത്ത് എല്ലാത്തിനും മറുപടി പറയാം. ആദ്യം ശ്രീ അനിൽ ബോസ് അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾക്ക് വേണ്ടിയിട്ട് മറുപടി പറഞ്ഞിട്ട് വേണം എനിക്കിതിലേക്ക് വരാൻ. എനിക്ക് അല്പസമയം തരണം. ഒന്ന്, ശ്രീ അനിൽ ബോസ് പറഞ്ഞു, അതേപോലെ തന്നെ ഷൈബു മഠത്തിലും അത് ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു മറ്റാർക്കോ വേണ്ടിയിട്ട് ആണ് ഈ പറയുന്ന ഹർജികളൊക്കെ പോകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നുള്ള നിലയിൽ ഇവർ പറഞ്ഞു. അത് ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജിയായ ദിബാങ്കർ ദത്ത അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓൺ വേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ വായിക്കാം. There seems to be a concerted effort to discredit, diminish and weaken the progress of this great nation on every possible ഫ്രണ്ടിയർ എന്ന് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്, സുപ്രീം കോടതി ജഡ്ജിയാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്തിട്ട് സുപ്രീം കോടതി ജഡ്ജിക്ക് വരെ നിരന്തരമായിട്ട് ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ പറയേണ്ടി വരുന്നു എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞത്. ഒന്ന്. രണ്ട്, BJPക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അഭിജിത് ഗംഗോപാധ്യായ എന്ന് പറയുന്ന മനുഷ്യൻ BJPയുടെ വെസ്റ്റ് ബംഗാളിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ ക്യാമ്പയിനിങ്ങിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് നിങ്ങളാരും കണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള അർത്ഥവും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ശ്രീ അനിൽ ബോസ് അങ്ങ് പറഞ്ഞു പ്രധാനമന്ത്രി വർഗീയ പരാമർശം നടത്തി എന്ന് ഉള്ള തലത്തിൽ അങ്ങ് പറഞ്ഞു. അതിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ല, അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ള കാര്യം. മെയ് 15-ാം തീയതി രാഹുൽ ഗാന്ധിക്കെതിരെ സമാനമായിട്ടുള്ളൊരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നതും തീർത്തും വർഗീയമായ പരാമർശം തന്നെയാണ്, അതും ഇന്ത്യൻ ആർമിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇന്ത്യൻ ആർമിയിൽ മരണപ്പെടുന്നത് മുഴുവനും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരാണെന്നും കൂടിയ ജാതിയിലുള്ള ആൾക്കാർ മരണപ്പെടുന്നില്ല എന്നുള്ള തലത്തിൽ തീർത്തും വർഗീയമായിട്ട് ജാതീയമായി വിഭജിക്കുന്ന തലത്തിലുള്ള പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇതേ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ വിലക്കിയോ? രാഹുൽ ഗാന്ധിയെ ബാൻ ചെയ്തോ? ഇല്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. അവരെല്ലാവർക്കും ശ്രീ MR അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ പരിമിതികളുണ്ടാവും. ഈ പറഞ്ഞ താരപ്രചാരകർക്ക് നേരിട്ട് നടപടിയെടുക്കുന്നതിനകത്ത് അവർക്ക് ചിലപ്പോൾ പരിമിതി ഉണ്ടാകില്ലായിരിക്കും, എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എന്താണ്, എന്തുകൊണ്ട് BJP അതിനോട് മറ്റു പാർട്ടികളോടൊപ്പം നിന്ന് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു. ശ്രീ ഷൈബു മഠത്തിൽ നിങ്ങളോട് ചോദിച്ച പോലെയല്ല സ്മൃതി എന്നോട് ചോദ്യം ചോദിച്ചത്. സ്മൃതി എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ അമിത്ഷാ 310 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ അർത്ഥം നമ്മൾ എന്തോ ടാമ്പറിങ് എവിടെയോ നടത്തി എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിനുകൂടി ചേർത്ത് മറുപടി പറഞ്ഞു വരുമ്പോൾ ആ ഒരു ടോണിലേക്ക് മറുപടി വരും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2004 മുതൽ 2014 വരെ ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇരുന്നത്. മാന്യമായി പ്രതിപക്ഷത്തിരുന്നു, മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, മാന്യമായി തെരഞ്ഞെടുപ്പ് നേരിട്ടു, ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഈ 2004-നും 2014-നും ഇടയ്ക്ക് ഇതുപോലെ കോടതി കയറി ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനങ്ങളെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അന്ന് മുതൽ ഇന്ന് വരെ ആ കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ ഗ്രൗണ്ടിലാണ് തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നതിന് നല്ല ആത്മവിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഞങ്ങൾ ആ തലത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതും. പിന്നെ ശ്രീ അനിൽ ബോസിനോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞ് അദ്ദേഹത്തെ ഞാനൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. അങ്ങേക്ക് നവീൻ ചൗള എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയാമായിരിക്കുമല്ലോ. 2009 UPA സർക്കാർ നിയമിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 2006-2009 കാലഘട്ടത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം തന്നെയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ പ്രസിഡന്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അകത്തെടുക്കുന്ന തീരുമാനങ്ങൾ പുറത്തിറങ്ങി കോൺഗ്രസിന്റെ നേതാക്കളെ വിളിച്ചറിയിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതി. അതേ മനുഷ്യനെയാണ് നിങ്ങൾ 2009 കൊണ്ടുവന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാക്കി വെക്കുന്നത്. BJP പരാതിയുമായിട്ട് ഓടി നടന്നോ? BJP ഏതെങ്കിലും കോടതിയിൽ പോയോ? BJP ജനങ്ങൾക്കിടയിൽ ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ അവിശ്വാസം വളർത്തുവാൻ വേണ്ടിയിട്ട് പോയോ? ഈ പറയുന്ന EVM-നെതിരായിട്ട് BJP നേതാക്കൾ ആരെങ്കിലും ബഹളം വെച്ചുകൊണ്ട് നടന്നോ? ഇല്ലല്ലോ. അപ്പോ
നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നേരിടാൻ അറിയില്ല, നിങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പരാജയത്തിന്റെ ഭാരം ആരുടെയെങ്കിലുമൊക്കെ മുഖത്ത് കെട്ടിവെക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെക്കണം. മുഖം നല്ലതല്ലാത്തതിന് കണ്ണാടിയെ കുറ്റം പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഷൈബു ചോദിച്ചല്ലോ, BJP എന്തുകൊണ്ട് ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല? ആം ആദ്മി പാർട്ടിയാണോ കേസ് കൊടുത്തത്? അല്ല കോൺഗ്രസ് ആണോ കേസ് കൊടുത്തത്? അല്ലല്ലോ. ഈ കേസ് കൊടുത്തിരിക്കുന്നവരുടെ വിദേശ ഫണ്ടിങ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അതിന്റെയൊക്കെ പിറകിലേക്ക് ഒന്ന് പോയി നോക്കാമോ? അപ്പൊ സ്വാഭാവികമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് അതിലേക്കൊന്നും ഡിബേറ്റ് കൊണ്ടുപോകുന്നതിനോടും താല്പര്യമില്ല. സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസ് മറുപടി നൽകും. യുവരാജിന് മറുപടി നൽകാം. അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ടിരുന്നത്, BJP കോൺഗ്രസിനെ വിമർശിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല, കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നത് പുതിയ കാര്യമല്ല, അതൊന്നും കാര്യമല്ല. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി 30 ലക്ഷം വേക്കൻസികൾ ഒഴിഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈനിക മേഖലയിൽ അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്ന് 4 വർഷം ജോലി ചെയ്തിട്ട് ആളുകളെല്ലാം വീട്ടിൽ പോകണം, ചെറുപ്പക്കാരെല്ലാം വീട്ടിൽ പോകണം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പോളിസിയെ, ഒരു ഭരണ നയത്തെ, ഒരു ഗവൺമെൻറ്റിൻ്റെ നടപടിയെ ചലഞ്ച് ചെയ്താൽ എങ്ങനെയാണ് ഞങ്ങൾ സൈനികർക്കെതിരെ പ്രസംഗിച്ചു എന്ന് വരിക? അതെന്ന് നടന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, അങ്ങനെയെങ്കിലും താങ്കൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചില്ല. ഒരു നിമിഷം കേൾക്കൂ, അപ്പുറത്ത് പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. താങ്കൾക്ക് മാത്രം പറഞ്ഞു പോയാൽ പോരട്ടെ. അല്ല, BJP പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോഴും ആങ്കർ ആയിട്ടുള്ള താങ്കളെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോഴും എന്റെ അവസരത്തിൽ ഇടപെട്ടപ്പോഴും ഞാൻ ഉണ്ടായിരിക്കല്ലായിരുന്നു. എന്താ താങ്കൾ ഇത്രയും അസ്വസ്ഥനാകുന്നത്? അസ്വസ്ഥനാകേണ്ട കാര്യം എന്താ? കോൺഗ്രസ് നേതാക്കൾ പൊളിറ്റിക്കൽ പോളിസിയെ കുറിച്ച് സംസാരിക്കും. ഇന്ത്യൻ ഡിഫൻസിന്റെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമെന്നേ. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന AK ആന്റണിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചല്ലോ BJP ഇന്ത്യൻ പാർലമെന്റിൽ, ഇല്ലേ? അവസാനം അരുൺ ജെയ്റ്റ്ലി അടക്കം തലയിൽ കൈവച്ച് മാപ്പ് പറഞ്ഞ് നെട്ടോട്ട് ഓടുന്ന കണ്ടില്ലേ? അത് ഇന്ത്യൻ ഡിഫൻസിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയെ ആക്രമിക്കുക എന്നാണോ അതിനർത്ഥം? അങ്ങനെയാണോ അതിനെ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെയാണോ? രാജ്യത്തെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു സൈനിക മേഖലയിലെ നിയമനവും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഭരണകൂടം എടുക്കുന്ന നടപടിയെ കോൺഗ്രസ് വിമർശിക്കും. ഇന്നും വിമർശിക്കും, നാളെയും വിമർശിക്കും. പക്ഷെ അതൊരു ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമാക്കി മാറ്റി കേസെടുക്കുമ്പോൾ അതാണ് ഞങ്ങൾ പറയുന്നത് ഭരണകൂടത്തിന്റെ ചട്ടകമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരാളെ കുറിച്ച് ഊഹിക്കാം. താങ്കൾ ഇപ്പം നവീൻ ചൗള എന്നൊക്കെ പറഞ്ഞു വന്നല്ലോ. വിനോദ് റോയ് എന്താ അദ്ദേഹം ചെയ്തത്? ഇല്ലാത്തൊരു കണക്ക് ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ ഗവൺമെന്റ് 10 വർഷക്കാലം അധികാരത്തിൽ ഇരുന്നിട്ട് പോലും രാജാക്കെതിരെയോ കനിമൊഴിക്കെതിരെയോ ഒരു കേസെടുത്ത് അവർ ഒരു കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയാത്ത ഊഹക്കണക്കിന്റെ പേരിൽ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ വിനോദ് റോയ്ക്ക് പരമാവധി പദവി നൽകി ആദരിച്ച പാർട്ടിയല്ലേ BJP? ആദരിച്ച പാർട്ടിയല്ലേ? എന്തിനാ വിനോദ് റോയ്ക്ക് നിങ്ങൾ നിഷ്പക്ഷരാണെങ്കിൽ ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചതിന് പാരിതോഷികം എന്നുള്ള നിലയിൽ പദവി കൊടുത്തത്? നിങ്ങൾക്ക് അനുകൂലമായി വിധി തന്നിട്ടുള്ള, നിങ്ങൾക്ക് അനുകൂലമായി വിധി പറഞ്ഞിട്ടുള്ള പല ജഡ്ജിമാരെ നിങ്ങൾ രാജ്യസഭയെ കൊണ്ടുവന്നില്ലേ? ഗവർണറാക്കിയിട്ടില്ലേ? എന്ത് പൊളിറ്റിക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്? ഈ ജനാധിപത്യ സംവിധാനത്തിൽ എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത്? ഇത് ഞങ്ങൾ ചലഞ്ച് ചെയ്യും. അത് ചലഞ്ച് ചെയ്യേണ്ട വേറെ വേദി, അത് ഈ ഇലക്ഷൻ കമ്മീഷന്റെയോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ പറയേണ്ട കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാജ്യത്തുടനീളം നടന്ന ഏറ്റവും മാരകമായ വിപത്ത്, ഈ നാട്ടിൽ വിത്ത് വാരി എറിഞ്ഞ് വിളവെടുക്കാൻ ശ്രമിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഒരു സമുദായത്തെ, ഒരു മതത്തെ വളരെ ഭീകരരായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തി അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഒരു വികസനം പറഞ്ഞില്ല. തൊഴിലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നം നിങ്ങൾ ചർച്ച ചെയ്തില്ല. വിലക്കയറ്റം നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഈ നാട്ടിലെ കർഷകരുടെ പ്രശ്നം നിങ്ങൾ ചർച്ച ചെയ്തില്ല. മണിപ്പൂർ കത്തിയെറിയുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് മുഴുവൻ ഒരു സമുദായത്തെയും ഒരു രാജ്യത്തെ ആക്രമിക്കുന്നു എന്നുള്ള നിലയിൽ മറ്റൊരു രാജ്യത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിച്ചത്. ആ കാര്യത്തിൽ തർക്കമില്ലെന്നേ. അതിനെതിരെ ഒരു നോട്ടീസ് അയക്കാൻ മുട്ടുവിറയ്ക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കും ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇന്ത്യയിലെ ജനങ്ങൾ അതിനെതിരായി പോരാട്ടം നടത്തും. നിങ്ങൾ പറഞ്ഞല്ലോ ജൂൺ 4-ാം തീയതി ഞങ്ങൾ തോക്കാൻ പോവാന്ന്. നിങ്ങൾക്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ജൂൺ 4-ന് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെങ്കിൽ അത് ഇന്ത്യ സഖ്യമായിരിക്കും ഗവൺമെന്റ് ഉണ്ടാക്കുക. നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യ സഖ്യം
ഈ രാജ്യത്ത് ഗവൺമെന്റ് ഉണ്ടാക്കും. അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം വിജയമായിട്ടൊന്നുമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന 28 കക്ഷികളുടെ വിജയമായിട്ടല്ല. ഇന്ത്യയിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നേ. UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഞങ്ങൾക്ക് നിലം തൊടാൻ അവസരമില്ലാതിരുന്ന സ്റ്റേറ്റിൽ പോലും നിങ്ങൾക്ക് 50 കടക്കാൻ കഴിയാത്ത സാഹചര്യം മാറി വരുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതിന്റെ വിഭ്രാന്തിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം പരാക്രമങ്ങൾ നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കൃത്യമായി കാലം ഇതിന് തിരിച്ചടി നൽകും. മഹാരാജ്യത്തിന് ഒരുപാട് സൗന്ദര്യവും ഈ രാജ്യത്തിന്റെ ജനനവും നല്ല സമയത്താണ്. ശരി, സമയം അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഡിബേറ്റ് വിത്ത് MP നികേഷ് കുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.